ധാരാളം സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുകയും അത് നല്ലൊരു സുഹൃബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടും അദ്ദേഹം മിക്ക സമയങ്ങളിലും വയനാട്ടിൽ വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വരാതെ പോകാറില്ല. ഇപ്പോൾ സുഖമില്ലാതായതിനു ശേഷവും അദ്ദേഹം അമ്മയുടെ പ്രോഗ്രാമിനും മറ്റൊക്കെ വരുമ്പോഴും വളരെ കാര്യമായിട്ട് തന്നെ നമ്മോട് പെരുമാറുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മോടെന്നല്ല, എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അങ്ങനെയാണ്. സുഹൃബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ രചനയും സംവിധാനവും അതുപോലെ തന്നെ അഭിനയവും എല്ലാം കൂടി മലയാള സിനിമയ്ക്ക് വലിയൊരു സംഭാവന നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മലയാളക്കരയ്ക്കും അതുപോലെ തന്നെ മലയാള സിനിമാ ലോകത്തിനും അദ്ദേഹം ഒരു തീരാനഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് തീരാനഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നുള്ളത് നമുക്കുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയെല്ലാം എല്ലാവരും ഉൾപ്പെടുത്തുക. അദ്ദേഹത്തിന് ആത്മശാന്തി കിട്ടുവാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാനും എൻ്റെ കുടുംബവും അതും ഖേദം പ്രകടിപ്പിക്കുന്നു. അതും കറക്റ്റ് അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് അത് തുറന്നു പറയാനുള്ള തൻ്റെയോട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല തമാശയും കളിയാക്കുന്നതൊക്കെ ഏത് ആർട്ടിസ്റ്റിനെയും അദ്ദേഹത്തിന് നർമ്മത്തോടു കൂടി അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. എല്ലാവരും ഇപ്പോൾ അടുത്ത് തന്നെ ഈ അദ്ദേഹം സുഖമില്ലാതെ രണ്ടാമത് പൊതുവായിട്ടുള്ള ഒരു വേദിയിൽ വന്ന് അന്ന് പ്രജാപതിയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാനും മമ്മൂക്കി അദ്ദേഹം കൂടി ഉണ്ടായിരുന്ന ഒരു തമാശ സീക്വൻസ് അദ്ദേഹം പറയുകയുണ്ടായി, ഓർമ്മയിൽ വെച്ചുകൊണ്ട്. അതുപോലെ അത്രയധികം തമാശ ചെയ്യുന്ന അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളെന്തെങ്കിലും ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. അത് ആസ്വദിക്കുക കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയോടെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതെ, ഞാൻ പ്രജാപതി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്തൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഷൂട്ടിംഗ് കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കോപിച്ചട്ടിപ്പാളയത്തായിരുന്നു ഷൂട്ടിംഗ്. അത് അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത സിനിമ അടുത്ത മാസം തുടങ്ങാൻ പോവാണ്, അദ്ദേഹം മമ്മൂക്കയാണ് നായകൻ, അതിൽ തുടങ്ങാമെന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അടുത്ത മാസം എനിക്ക് ജോലിയൊന്നുമില്ല, അപ്പം അതിലൊരു ചാൻസ് കിട്ടുമെന്നുള്ള അറിയാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ എടുത്ത പുള്ളിയോട് മറുപടി, അപ്പോൾ പോലീസിൽ ജോലി പോയോ? ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്ന സമയമാണ്, പോലീസിൽ ജോലി പോയോ? അങ്ങനെയൊക്കെയുള്ള ഇത് പറയുന്ന സന്ദർഭത്തിനനുസരിച്ചുള്ള നർമ്മങ്ങൾ പറയുവാനും നല്ല കാര്യപ്രാപ്തി, നല്ല അറിവും, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ പൊതുകാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് യാതൊരു നിർഭയം വ്യക്തമാക്കുവാനുള്ള തൻ്റെ ഇടം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹോട്ടലിൽ വന്നിട്ടില്ല. ഹോട്ടലിൽ തുടങ്ങിയതിന് ശേഷം പിന്നെ പുള്ളി വരാനുള്ള സമയം കിട്ടിയില്ല. പക്ഷേ എപ്പോഴും കാണുമ്പോഴൊക്കെ അന്വേഷിക്കുക, പലരും പറയാറുണ്ട് എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ വരാൻ പറ്റിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.